എന്താ പണിയെടുക്കുന്നേ? കാണുന്നില്ലേ തേച്ച് കുരുത് പിടിച്ചിട്ട് അല്ലേ? പഞ്ചായത്തിന് കിട്ടിയതാ, 2 എണ്ണം ഉണ്ട്. ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഞാൻ കുറച്ച് വെള്ളം നനക്കലാണ്, 2 ദിവസമായി വെള്ളം നനക്കാതെ. നല്ലോണം തടാക്കണം, എന്നിട്ട് വെള്ളം ഒഴിക്കണം. ഇത് ചാണം കലക്കി വെക്കണം. നല്ല വട്ടത്തിൽ ആക്കിയിട്ട് നല്ല കലത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് ചാണകം കലക്കണം. 2 എണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ടാ. പക്ഷേ ഇത് ഈ തണ്ട് കണ്ടാ, ഈ സാധനം എല്ലാം തിരിട് പോലത്തെ അത് പുശുവാണ്. ഇതെല്ലാം തേച്ച് ചുരുണ്ടു പോന്നു. പുശു വന്നിട്ടാണ്. എല്ലായിടത്തും ഇങ്ങനെയാ പോലും, നമ്മളതായിട്ടൊന്നുമല്ല, എല്ലായിടത്തും ഇങ്ങനെ. നിന്റേത് അങ്ങനെ ഉഷാറായില്ല, എൻ്റെത് ഉണ്ട് 2-3 എണ്ണം. എൻ്റെത് വേണമെങ്കിൽ ഭാഗം എത്ര തക്കാളി ഉണ്ടായിന്നറിയാം. ഒരുപാടുണ്ടായിന്. എന്റെ തക്കാളി നട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായിന്. നല്ല ഉഷാറായി. എത്ര പറിച്ചെന്നറിയാം. ഇനിയും ഉണ്ട് 5-6 എണ്ണം പറ്റും. ഓരോരാളെല്ലാം പറയുന്നുണ്ട് നല്ല തക്കാളി ഉണ്ടെന്ന്. ഓരോ തൈൻ്റെ ഇതാണ്, ഓരോ തൈക്ക് ഒരു ശക്തിയിലാണ് ഓരോ തൈ. എനിക്കൊന്നും കിട്ടുന്നില്ല. ആടെ നട്ട് 2 ദിവസം കഴിയുമ്പോൾ നല്ല ജാലി ചെയ്യും. നല്ലോണം അന്നേരം വെള്ളം നല്ലോണം ഒഴിക്കണം. അതിന്റെ വയ്യ തന്നെ നടക്കണം, എന്നെങ്കിൽ നന്നാവും. പച്ചക്കറിക്കൽ ഒരാൾ നോക്കും തന്നെ വേണം. സമയം നമുക്ക് അങ്ങും പോയി ഇങ്ങും പോയി നമുക്കിപ്പോ നേരം. ഞാൻ വിചാരിച്ചു ഇന്ന് ലീവല്ലേ, കുറച്ച് വെള്ളം ഒഴിക്കാം. എന്റേത് കാണാൻ പാ. ഇത് നോക്കട്ടെ എന്നാലേ. നീ എന്താണ് പണിയെടുക്കുന്നേ? അന്റെ വഴുതിനിങ്ങനെ തിരി തേച്ചു. ആ ഉള്ള വൈനിങ്ങ നീ പറിച്ചാ മൂത്തില്ലേത്? ഇത് മനുഷ്യൻ നടൂല ഈ വൈനി. ഒറ്റൊരു വൈനി ഉണ്ടാവില്ല, പിന്നെ ഒരു വൈനിന്റെ വില ഉണ്ടാവില്ല. ഓ അങ്ങനെയുണ്ടാ? പിന്നെ ഇല്ല. ഇതെല്ലാം ആ കാപ്പി വൈനില്ലേ, ആ കാപ്പി മറ്റേ വയലറ്റ് പോലത്തെ മറ്റേ ഒരു വരയനുള്ള അതെല്ലാം നല്ലോണം ഉണ്ട്. ഇത് ഒന്നിങ്ങനെ കായ്ക്കും മാത്രം. ആണാന്നോ പെണ്ണാന്നോ അറിയാൻ വേണ്ടിട്ട് ഒന്ന് കായ്ക്കും. ഒരു അങ്ങനത്തതായത് പിന്നെ തിരിയെല്ലാം ഇത് കൂർപ്പിച്ച് വരുന്നപ്പ എല്ലാവർക്കും അടുക്കളത്തോട്ടാക്കിട്ട് തന്നിന്. അടുക്കളത്തോട്ടം ഇളയമ്മ ഇപ്പൊ പോകുമ്പോ എന്നോട് പറഞ്ഞേ നമ്മളെല്ലാം എത്ര തക്കാളി പറിച്ചു ഒന്ന് പോയി നോക്കാലോ. നൂണ പറയുന്നേരിക്കും ഒന്നുണ്ട. നമ്മളത് നട്ടിട്ട് ഇങ്ങനെയാവില്ല, പിന്നെ ഓളത് എങ്ങനെയാ അറിയാൻ കഴിഞ്ഞല്ലോ. അവർക്ക് ആലവളവോ അതും ഇതെല്ലാം ഉള്ളേ. നമുക്കതൊന്നുമില്ലല്ലോ. ഒരാളോ വറക്കി വെക്കുന്നുണ്ടാവും, ആലവളം ഇടുന്നുണ്ടാവും. നമുക്കതൊന്നും ഇല്ലല്ലോ. അതെ, ആലവളം നല്ലോണം ഇട്ടില്ലെങ്കിൽ ഞാനും വരാം, നോക്കട്ടെ. അനക്കും കാണാലോ ഉണ്ടെങ്കിൽ ഓളെന്തെല്ലാം പണിയെടുത്തിട്ട് നോക്കാലോ. കാലൊന്നും അനക്കിക്കൂടാ. ഇന്നലെ തിരുവാതിര വെച്ചിട്ട് കാലം മെയിനെടുക്കും. കാലെല്ലാം മെയിനെടുക്കും. നല്ല ഒരു വറക്കേണ്ട ശരിയുണ്ട്. പൊട്ടിക്കാടിട്ട് അതുപോലെ പൂത്താ പിന്നെ ആ വിത്തിന് അതേ വേണ്ടപ്പാ. നല്ല നല്ലൊരു ആ വിത്തിന് നമ്മള് പിന്നെ മുറിച്ച് വെച്ചിന്. ഞാനിവിടെ ഉണ്ട്. ഇവിടെ കുറേ എന്റെ പച്ചക്കറി കാണാൻ പാകം വന്നിട്ട് കാത്തിട്ട് നിന്നെ കൂട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ? അല്ല, ഞാനവിടെ വന്നെയാണ്. അന്നേരം ഓള് പറഞ്ഞു ഇങ്ങനെ കണ്ടാ പണ്ടി പൈനി കൊത്തിട്ട് ഇപ്പം ചെറുത്തില്ലേ ഇത് ഇതാന്ന് പറഞ്ഞേ. വലിയതായിട്ടാകുമ്പോ ഇതിന്റെ മണ്ട കൊത്തി കളഞ്ഞാല് നല്ല മഴ പെയ്യുമ്പോ ഇതിന്റെ അടിഭാഗം ചെത്തിക്കളയാ. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് തെഴുത്തിരി നല്ല ഇവര് വലിയ നല്ല വൈനി എന്നിട്ട് പൈനി കുത്തി കളഞ്ഞിട്ട് എനിക്ക് സങ്കടം വന്നിന്. ഇത്ര നല്ല പൈനി പച്ചമുളകെല്ലാം ഉണ്ട് ഇട്ടാ അമ്മനെ. ഇവിടെ പറഞ്ഞ ശരി തന്നെയാന്ന് കണ്ടാ. എന്റെ എല്ലാം കണ്ടാ 2 തക്കാളി. ഒരുപാട് തക്കാളി തക്കാളി ഇതെല്ലാം തക്കാളി കണ്ടോ, ഇതെല്ലാം തക്കാളി. ഇത് വലിയ പാടുണ്ടേന്ന് ഇവര് പറിച്ചിട്ട് വെക്കണല്ല. വലിയതാണ് കേട്ടാ. ഏണി വെച്ചാലെന്നാ കുഴപ്പമില്ലല്ലോ. ഇഷ്ടം പോലെ നമുക്ക് ഏണി വെക്കാനും ഇല്ലല്ലോ. നമ്മള് കൊറേ പറിച്ച് കറി വെച്ചു. അല്ല, ഇതിപ്പോ പഴിക്കാൻ വരാട്ടുമ്പോ എന്റെ വരും. ഉണ്ടല്ലോ നിങ്ങളില്ലാണ്ടല്ലോ കറ്റിട്ട്. പക്ഷേ ഇങ്ങോട്ടല്ല ഈ പിന്നെ തക്കാളിന്റെ മേലെ ഒരു കൊലയുമ്പോ തന്നെ 10-25 എണ്ണം ഉണ്ടാവും. വീഡിയോയിലും പാടുണ്ടേനു. ഒരു കൊലയുമ്പോ തന്നെ ഇങ്ങനെ തൂങ്ങി വരും. സൈനേന്റെ അടുക്ക കുടിയേറി കഴിഞ്ഞിട്ട് മുളക് വേണ്ട, നമ്മൾ കഴുകിയെടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ തക്കാളി അത് കുഞ്ഞു തക്കാളി ഇങ്ങനെ നീളക്കിനുള്ളേ നമ്മൾ പീടിയെല്ലാം വാങ്ങുന്നേ അതന്നെ കണ്ടില്ല. മറ്റേ തക്കാളി ആ പുളിത്തക്കാളി പുളിയുള്ളേ. ഒറ്റപ്പിടി പുളി വേണ്ട കറി വെക്കുന്നുണ്ടെങ്കിൽ. കരുത്തെല്ലാം ഇത് മുറിച്ചിട്ടാ മതി. നല്ല തക്കാളി ഇങ്ങനെ വെറും തക്കാളി മാത്രം ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വളമിടാത്ത സാധനം. ഇത് നമുക്ക് ഒരുപാട് പറിച്ചു. ഇത് തിന്നാൻ നല്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ.
വൈനിങ് ഇതിങ്ങനെ ഉണ്ടാവും, ഒന്നേ ഉണ്ടാവും. ഇതില് വെച്ച പോലെ ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചോല്ലേ? എന്തൊരു തണുപ്പാന്ന്. നല്ല ഇങ്ങനെ തണുപ്പണേ. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ഇങ്ങനെ വീട് വെള്ളം ഉണ്ടായിട്ട് തിന്നോക്കട്ടെ. തിന്നോക്കും. ചെറുത് മതി, വലുതാകുമ്പോ നിനക്കൊരു കറി വെക്കാനായില്ലേ? ഞാനും തിന്നോക്കട്ടെ. ഈ എണ ഇതെല്ലാം നാടനല്ലേ? പുളിയുണ്ട്, രസമില്ല അല്ലേ? നല്ല ടേസ്റ്റ്. ഇപ്പൊ പച്ചയാ തിന്നണ്ടേ? ഇതെല്ലാം പിള്ളേർ തക്കാളി കണ്ട മുറിച്ചിടുമ്പോൾ തിന്നു. അനക്കൊന്നും ഇത് ഇല്ലപ്പാ. ഇത് നമ്മൾ പീടിയെന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇല്ലേ? നല്ല രസമുണ്ട്. കറി വെച്ചാൽ നല്ല രസമുണ്ടാവും. ഇത് മീൻ്റെ അകത്ത് മുറിച്ചിട്ട് നല്ല രസമുണ്ടാവും. പുളിയൊന്നും ഒഴിക്കണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ കുഞ്ഞു മത്തീനകത്ത് മുറിച്ചിട്ടിട്ട് പറ്റിച്ചിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടാവും. അതിന്റെ ചട്ടി പരിക്കിട്ട് തിന്നണം, രസമുണ്ടാവും. ഓൾ ഒരു ദിവസം കറി വെക്കുന്നതാണ് നമ്മൾ തിന്നത്. നിങ്ങളാപ്പാ നിങ്ങളത് തിന്നുന്നല്ലേ? ഇതിപ്പോ കറി വെച്ചാൽ തിന്നുന്നല്ലേ ചെയ്യാം, കാടൊന്നുമില്ലല്ലോ. എല്ലാം മൂത്തിന് കേട്ടാ. ഈ കുരുവനി പായാലുണ്ടല്ലോ നല്ല. ഇതിൻ്റെ ഇതിൻ്റെ ഒന്ന് പുറപ്പിക്കുന്ന ഇത് വെക്കാം. എന്നിട്ട് ആ വിത്തൊരു സഞ്ചിൻ്റെ അകത്ത് നല്ല ശാല വെള്ളവും പിന്നെ മണ്ണും എല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ട് ഇവളത് ശരിക്കും പറഞ്ഞാൽ പശു കൂടി ഉള്ളതുകൊണ്ട് എല്ലാം ഇതിൽ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാലുണ്ടല്ലോ ആ കുരുട് പോകും പോലും. മൂത്രം ഒഴിച്ചാൽ നല്ല കായ് ഉണ്ടാവും. മൂത്രം ഒഴിക്കാൻ നോക്കുമ്പോ ഒരു ബാക്കി കാട്ടുക. അങ്ങനെ അല്ല ഒഴിക്കുന്ന എന്ത് പാത്രമായാലും കാട്ടിയാൽ മതി. പാനും പോയിട്ട് ഈ പച്ചക്കറിക്ക് ഏറ്റവും നല്ലതാണ് പശുവിന്റെ മൂത്രം. അങ്ങനെ പോയി പയ്യെ ചവിട്ട് കിട്ടിയേക്കല്ലേ നമ്മളങ്ങനെ ഒഴിക്കലുണ്ട്. അതല്ല അതാണ് ഇങ്ങനെ നല്ല കണ്ട നല്ല പച്ചമുളക് കണ്ട. പിന്നെ നമ്മൾ തേടിയാൽ ഒഴിക്കേണ്ടത് നമ്മളെ ഇങ്ങനെ നട്ടാടെ വെച്ച പന്തുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കും. പക്ഷെ ഈ വൈന് ശരിയില്ല, ഇത് ഒറ്റ ഒന്നേ ഉണ്ടാവും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂപ്പാ അല്ലേ? അത് ഉണ്ടായാലും ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല വേറെ വൈന്. നീ നുണ പറയുന്ന വെച്ചിട്ടാ നമ്മള് വന്നു. ഇതെല്ലാം നുണ പറയേണ്ട സാധന. അങ്ങനെയല്ലേ നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ? അൻ്റെത് ആദ്യം ഇങ്ങോട്ടൊക്കെ കാണേനും. ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോട്ടെ. എത്ര പാടുണ്ടായിരുന്നറിയാം. നല്ല രസം കാണാൻ. പിന്നെ നമ്മള് പോവാ. എല്ലാരും തക്കാളി കണ്ടില്ലേ? പഞ്ചായത്തിലെ തക്കാളി നമുക്കൊന്നും കിട്ടിയില്ല കേട്ടാ. അടുക്കള തോട്ടം നോക്കാൻ പറഞ്ഞേ. ഉണ്ട തക്കാളി, പഞ്ചായത്തിലെ തക്കാളി കണ്ടാ? തക്കാളി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് തൈ തന്നെ എല്ലാവർക്കും 5 തൈ തന്നിന്. പക്ഷെങ്കിൽ അനക്കൊരൊറ്റ തൈ കിട്ടിയില്ല. എൻ്റെ വഴി പോകുന്നതാന്ന്. പോകുന്ന ആളെല്ലാം ചോദിക്കൂ, ഓ നിനക്ക് നല്ല തൈ കിട്ടീന്, നിനക്ക് നല്ല തൈ കിട്ടി. എൻ്റെ അത് ഉണങ്ങിപ്പോയി. അതുകൊണ്ട് നീ നേരം വേണം നോക്കായിട്ടൊന്നല്ല. അപ്പൊ എരിയ പോന്നാക്ക് കുറ്റോ. അതുകൊണ്ട് എല്ലാരും നമ്മളെ തക്കാളി കണ്ടില്ലേ? ആ തക്കാളിക്ക് ഒരു കമന്റ് അയക്കണം. അതെ, എന്തെങ്കിലും ഒരു കമന്റ് ഇടണം. അതെ, ഒരു കമന്റ് തന്നാട്ടെങ്കിൽ നമുക്ക് ഒന്നും തരുന്നില്ലല്ലോ. ഒരു കമന്റ് അയക്ക് തക്കാളിനെ പറ്റി. അതുകൊണ്ട് ഞാൻ പോകാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്ന നേരം ഞാനും പോവുകയെന്ന് സമീപേ അതാണ്. അപ്പോൾ